സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്ന് പറയുന്ന ആ പ്രദേശത്ത് നിന്ന് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങോട്ട് ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് സ്റ്റുഡിയോയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ കേട്ട വാർത്ത എന്ന് പറയുന്നത്, പയ്യന്നൂരിലെ ബ്രാഞ്ച് കമ്മിറ്റികളിലൊക്കെ അവിടുത്തെ പാർട്ടി ടി ഐ മധുസൂദനൻ എന്ന് പറഞ്ഞ കൊള്ളക്കാരനെ ന്യായീകരിച്ചെടുത്ത നിലപാടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള രോഷവും പ്രതിഷേധവും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പതഞ്ഞു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരമാണ് എനിക്ക് കിട്ടിയ. പല ബ്രാഞ്ചുകളിലും ഭൂരിപക്ഷ അംഗങ്ങളും പങ്കെടുക്കുന്ന പോലുമില്ല. ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ സംബന്ധിച്ച് തങ്ങൾക്ക് വ്യക്തത വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പയ്യന്നൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിന് കീഴിലുള്ള ലോക്കൽ കമ്മിറ്റികൾക്ക് കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്ന് പാർട്ടി അംഗങ്ങൾ വിട്ടുനിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം. എന്ന് മാത്രമല്ല, അതിലൊരു വാർത്തയിൽ ഏഷ്യാനെറ്റിലെ ഒരു റിപ്പോർട്ടർ പറഞ്ഞത്, സാധാരണഗതിയിൽ ഇതുപോലെ വിമത സ്വഭാവത്തിലേക്ക് വരുന്ന നേതാക്കന്മാർ അവർ നേരിട്ടിറങ്ങി ആ പ്രദേശങ്ങളിൽ വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെങ്കിൽ ഇവിടെ വി കുഞ്ഞികൃഷ്ണൻ അത്തരത്തിൽ ഒരു പ്രവർത്തനവും നടത്തുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ ഈ പറഞ്ഞ പോലെ നിശബ്ദനായി ഇരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം 4-ാം തീയതി പ്രസിദ്ധീകരിക്കാൻ പോകുന്നുണ്ട്, അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്നുള്ള പുസ്തകം. അതിൽ വളരെ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരുപാട് വിവരങ്ങളുണ്ട്. ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇവിടെ വിട്ടിരിക്കുകയാണ്. അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി തൻ്റെ വാദഗതികൾ ശരിയാണെന്നുള്ള നിലയിൽ വേണ്ടിയിട്ടുള്ള യാതൊരു പ്രവർത്തനവും അദ്ദേഹം നടത്തുന്നില്ല. പക്ഷേ അവിടുത്തെ പാർട്ടി അണികൾ അവർ സ്വമേധയാ വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടിയുടെ മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ, അല്ലെങ്കിൽ കണ്ണൂരിലെ മുൻ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുടെ വാദഗതികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ നേതൃത്വത്തിനെതിരെ ഒരു പോർമുഖം തീർത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. പയ്യന്നൂരിലുള്ള എൻ്റെ ഒരു സുഹൃത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത്, പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലുള്ള 12 ലോക്കൽ കമ്മിറ്റികളിലെ 10 ലോക്കൽ കമ്മിറ്റികളും കുഞ്ഞികൃഷ്ണന് അനുകൂലമായിട്ടുള്ള നിലപാടിലാണ് നിൽക്കുന്നതാണ്. കണക്ക് അറിയണം എന്നാണ് ആ 10 ലോക്കൽ കമ്മിറ്റികളും ആവശ്യപ്പെടുന്നത് എന്നാണ്. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വർഷം കുഞ്ഞികൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി കൂടിയ ഏരിയ കമ്മിറ്റി യോഗത്തിൽ 21-ൽ 17 പേരും കുഞ്ഞികൃഷ്ണൻ അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുത്തത് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. പാർട്ടിയുടെ ചുവപ്പ് കോട്ടയായിട്ടുള്ള പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ 36-ാം വാർഡിൽ നിന്ന് വൈശാഖ് എന്ന് പറയുന്ന ഒരു വിമതൻ 438 വോട്ട് നേടി CPM-നെ 3-ാം സ്ഥാനത്താക്കിക്കൊണ്ട് വിജയിച്ചതിനെക്കുറിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ പയ്യന്നൂർ നിയമസഭാ മണ്ഡലം എത്രത്തോളം വലിയൊരു ചുവപ്പ് കോട്ടയാണ് എന്നുള്ളത് ഞാൻ വിശദീകരിച്ചു. 1970 മുതൽ 2026 വരെയുള്ള 12 തെരഞ്ഞെടുപ്പുകളാണ് ഞാൻ പറഞ്ഞെങ്കിൽ 1952 മുതൽ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നെ CPM-ഉമാണ് പയ്യന്നൂർ ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. 1970 മുതൽ 2026 വരെയുള്ള 12 തെരഞ്ഞെടുപ്പുകളിലും 50% കൂടുതൽ വോട്ട് പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ CPM-നാണ് ലഭിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 1970-ൽ 32,499 വോട്ടാണ് CPM-ന് ലഭിച്ചെങ്കിൽ 2021-ൽ ഈ മണ്ഡലത്തിൽ നിന്ന് 93,695 വോട്ടാണ് CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ഏതാണ്ട് 1,00,000-നടുത്ത് വോട്ട് ആലോചിച്ച് നോക്കണം. ഏതാണ്ട് 62% വോട്ട് CPM-ന്റെ സ്ഥാനാർത്ഥിക്ക്. അപ്പം അത്രയ്ക്ക് വലിയൊരു ചുവപ്പ് കോട്ടയാണ് പയ്യന്നൂർ മണ്ഡലം. അവിടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള പലരും ജയിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു. CPM-ന്റെ പിണറായി ജയിച്ചിട്ടുണ്ട്, MP രാഘവൻ ജയിച്ചിട്ടുണ്ട്, PK ശ്രീമതി ജയിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മണ്ഡലമാണ്. അപ്പം ആ മണ്ഡലത്തിൽ വലിയ പൊട്ടിത്തെറി ആസന്നമായിരിക്കുന്നു എന്നതിൻ്റെ വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വി കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തക പ്രകാശനം ഫെബ്രുവരി 4-ന് പയ്യന്നൂർ വെച്ച് നടക്കാൻ പോവുകയാണ്. ആ പുസ്തകം കൂടി പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൽ താൻ പാർട്ടിക്ക് മുമ്പ് അവതരിപ്പിച്ചിട്ടുള്ള കണക്കുകൾ എണ്ണി പറയുന്നുണ്ട്. CPM-നെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുണ്ട്. ടി ഐ മധുസൂദനെതിരായിട്ട് വിമർശനങ്ങളുണ്ട്. കണ്ണൂർ ജില്ലയിലെ CPM-നെതിരായിട്ടുള്ള വിമർശനങ്ങളുണ്ട്. ആ പുസ്തകം കൂടെ ഇറങ്ങിക്കഴിയുമ്പോൾ പയ്യന്നൂരിലുണ്ടായിരിക്കുന്ന ഈ പൊട്ടിത്തെറി കണ്ണൂർ ജില്ലയിലെ ആകമാനം പടരുമോ എന്നുള്ള ആശങ്കയിലാണ് അവിടുത്തെ CPM നേതൃത്വം. അതാണ് ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആ നേതാവിന് ഒന്ന്
ഒന്ന് വിശകലനം ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ CPM-ൽ പല വിമത നേതാക്കന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് CPM-ൻ്റെ ഒരു വിമത നേതാവ് ഓടിയെത്തുകയാണെങ്കിൽ അത് ആരുമായിരിക്കില്ല. 2012 മെയ് 4 51 വെട്ടി കൊല്ലപ്പെട്ട സഖാവ് TP ചന്ദ്രശേഖരൻ്റെ പേരാണ് വിമതൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. ആ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വിമതൻ RMP പിന്നീടുണ്ടാക്കി. അദ്ദേഹം അതുല്യനായിട്ടുള്ളൊരു സംഘാടകനായിരുന്നു. യഥാർത്ഥത്തിൽ ഒഞ്ചിയം മേഖലയിലൊക്കെ 70% പാർട്ടി അണികൾ അദ്ദേഹത്തോടൊപ്പം പോകുന്നെങ്കിൽ അതിൽ ആ വിമതനായിട്ടുള്ള TP ചന്ദ്രശേഖരൻ്റെ സംഘടനാ പാടവം, അതുല്യമായിട്ടുള്ള സംഘടനാ പാടവം വലിയ പങ്കാണ് വഹിച്ചിരുന്നത്. പാർട്ടിയിൽ നിന്ന് പോകുന്ന TP ചന്ദ്രശേഖരൻ ഒരു വിമതനായി അവിടെ ഒരു റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഒരു മാർക്സിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സജീവമായി പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു. അദ്ദേഹം വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിച്ച് വോട്ട് പിടിച്ച കാര്യങ്ങൾ നമുക്കറിയാം. എന്തായാലും അവിടുത്തെ വിമതത്വത്തിൻ്റെ പ്രതീകമായിരുന്നു TP ചന്ദ്രശേഖരൻ. TP ചന്ദ്രശേഖരൻ്റെ സംഘടനാ പാടവമാണ് അവിടെ RMPക്ക് വേരുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സജീവമായിട്ടുള്ള പങ്കാളിത്തം വഹിച്ചിട്ടുള്ളത്. നിരന്തരമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അതുല്യനായിട്ടുള്ളൊരു സംഘാടകനായിരുന്നു TP ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിന് ഈ ക്രൂരന്മാരായിട്ടുള്ള പാർട്ടിക്കാർ മുഖത്ത് 51 വെട്ടി കൊന്നത് നമുക്കിപ്പോഴും മറക്കാൻ കഴിയില്ലല്ലോ സുഹൃത്തുക്കളെ. പക്ഷെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, TP ചന്ദ്രശേഖരനുമായി നമുക്ക് ഒരു കാരണവശാലും താരതമ്യം ചെയ്യാൻ കഴിയാത്ത ഒരു സംഘാടകൻ എന്നുള്ള നിലയിൽ നമ്മൾ ഇതുവരെ ഞാനൊന്നും എനിക്കറിയില്ല, വളരെ നിശബ്ദനായി താഴെത്തട്ടിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു സഖാവ് V കുഞ്ഞികൃഷ്ണൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 50 വർഷത്തിലധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ CPM-ലെ പ്രവർത്തന പാരമ്പര്യമുണ്ട് V കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹം കുറേ പാർട്ടി പ്രവർത്തനം നടത്തിയതിന് ശേഷം CPM-ൻ്റെ ഒരു കണ്ണൂർ സഹകരണ റൂറൽ ബാങ്കിൽ മറ്റോ അദ്ദേഹം ജോലിക്ക് കയറുകയായിരുന്നു. പിന്നീട് റിട്ടയർ ചെയ്യുന്നിടം വരെ അദ്ദേഹം അവിടുത്തെ ഉദ്യോഗസ്ഥനായി. ആ ഉദ്യോഗസ്ഥനായിരുന്ന സമയത്തൊക്കെ തന്നെ ആ സഹകരണ മേഖലയിലെ പാർട്ടി പ്രവർത്തനത്തിലാണ് അദ്ദേഹം ഇടപെട്ടിരുന്നത്. അവരുടെ എന്തോ സംഘടനാ നേതാവായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പല ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സഹകരണ മേഖലയിൽ CPM-മായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ അദ്ദേഹം വളരെ സജീവമായിരുന്നു. പക്ഷേ സഹകരണ മേഖലയിലെ ഒരു പാർട്ടി പ്രവർത്തകൻ മാത്രമായിരുന്നു ശ്രീമാൻ V കുഞ്ഞികൃഷ്ണൻ. അതിനുശേഷം റിട്ടയർ ചെയ്തതിനെ തുടർന്നിട്ടാണ് അദ്ദേഹം പൂർണ്ണസമയ പാർട്ടി പ്രവർത്തകനായി മാറുന്നത്. അത് എനിക്ക് തോന്നുന്നു 8-10 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം V കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം CPM-ന് വേണ്ടി സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് വന്നിട്ട് അധികകാലം ആയിട്ടില്ല. റിട്ടയർമെൻറ്റിന് ശേഷമാണ് വന്നത്. അതിൽ തന്നെ ആ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഏതാണ്ടൊരു എൻഡിൽ അവസാന കാലത്താണ് അദ്ദേഹം പയ്യന്നൂരിലെ ഏരിയ സെക്രട്ടറിയായി അവരോധിതനാവുന്നത്. അവിടെ അദ്ദേഹം പ്രവർത്തിച്ച സമയത്ത് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ TI മസൂദിൻ്റെ പെരുങ്കൊള്ള കാണാനിടയായത്. അത് അദ്ദേഹം വിശദമായി പരിശോധിച്ചു. അതിനകത്ത് തട്ടിപ്പുണ്ട്, കൊള്ളയുണ്ടെന്ന് മനസ്സിലാക്കി. അത് പാർട്ടി നേതൃത്വത്തെ ബോധിപ്പിക്കാൻ ശ്രമിച്ചു. പാർട്ടി നേതൃത്വം ബോധിച്ചില്ല. പാർട്ടി നേതൃത്വം അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു. അദ്ദേഹം 8 മാസക്കാലം പിന്നീട് പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്നു. അവസാനം ഗത്യന്തരമില്ലാതെ പാർട്ടി അദ്ദേഹത്തെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തു. അവിടെ പ്രവർത്തിച്ച് ഏതാനും എനിക്ക് 1 വർഷമോ 1.5 വർഷമോ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായി അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ശരിക്കും നമ്മൾ TP ചന്ദ്രശേഖരൻ എന്ന വിമതനുമായി അദ്ദേഹത്തെ താരതമ്യം ചെയ്യാൻ കഴിയുമ്പോൾ 2 ധ്രുവങ്ങളിലാണ് അവർ നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാം. TP ചന്ദ്രശേഖരൻ അതുല്യനായിട്ടുള്ളൊരു സംഘാടകനായിരുന്നുവെങ്കിൽ V കുഞ്ഞികൃഷ്ണൻ അങ്ങനെ ഒരു സംഘടനാ പാഠമുള്ള ആളായിരുന്നില്ല. നിശബ്ദനായി പ്രവർത്തിക്കുന്ന ഒരു നേതാവായിരുന്നു. പക്ഷെ നിശബ്ദനായി പ്രവർത്തിക്കുമ്പോൾ തന്നെ തൻ്റെ പ്രവർത്തന ശൈലി കൊണ്ടും തനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഈ പറഞ്ഞ പോലെ ശക്തമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അണികളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നതല്ലേ ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ അദ്ദേഹത്തെ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയ സുഹൃത്തുക്കളെ,
വളരെ സാത്വികനായിട്ടുള്ള, വളരെ ഒരു സാധാരണ, വലിയ വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളും ഒന്നുമില്ലാത്ത, വളരെ പതിഞ്ഞ സ്വരത്തിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിശക്തമായി ലളിതമായിട്ടുള്ള ഭാഷയിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പി കുഞ്ഞികൃഷ്ണൻ. അതിൽ ഞാൻ ഒരർത്ഥത്തിൽ അദ്ദേഹത്തെ ഞാൻ ഗുരുസ്ഥാനീയനായി കാണുന്ന ഉമേഷ് ബാബുവായിട്ട് ഞാൻ താരതമ്യം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടുപേരും നിർവികാരരാണ്. ഉമേഷ് ബാബു വി കുഞ്ഞികൃഷ്ണൻ സാറിനേക്കാൾ വലിയൊരു പണ്ഡിതനാണ്, ഉള്ളത് വേറെ കാര്യം. പക്ഷെ രണ്ടുപേരും നിർവികാരമായിട്ടാണ് ജനങ്ങളോട് സംസാരിക്കുന്നത്. മുഖത്ത് യാതൊരു ഭാവവുമില്ല, വികാര പ്രകടനങ്ങളില്ല, കൈയും കാലും ഒക്കെ വാനക്കാറൊന്നുമില്ല, എന്നെ പോലെ വളരെ നിർവികാരമായിരുന്ന് സംസാരിക്കും. പക്ഷേ വലിയ സ്വാധീനം പാർട്ടി അണികളിൽ ഉള്ള ഒരു നേതാവാണ് വി കുഞ്ഞികൃഷ്ണൻ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവും കൊണ്ടൊന്നുമല്ല, അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പോരാട്ട വീറുകൊണ്ടാണ്. അദ്ദേഹം ഒരു വലിയ പോരാളിയാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ സാത്വികനായി നിശബ്ദനായിരുന്നു സംസാരിക്കുന്ന ഒരാളാണെങ്കിലും അദ്ദേഹം വലിയൊരു പോരാളിയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റ് കോട്ടയിലെ പാർട്ടിയെ പിടിച്ച് അടിമുടി കുലുക്കിയിരിക്കുകയല്ലേ സുഹൃത്തുക്കളെ. പക്ഷെ അദ്ദേഹത്തിന് ഒരു ചെറിയ മീനായിട്ട് നമ്മൾ കാണരുത്. കാരണം പാർട്ടിക്കെതിരെ ഇതിനു മുമ്പ് പലരും പോരാടിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ പലരും പോരാടിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ആയുധം വെച്ച് കീഴടങ്ങിയപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ തുറന്ന ഒരു പോർമുഖമുണ്ടല്ലോ, ആ പോർമുഖം യഥാർത്ഥത്തിൽ കണ്ണൂർ CPM ആകെ പിടിച്ചുലച്ച് കളഞ്ഞു. നമ്മൾ കുഞ്ഞികൃഷ്ണൻ സാറിൻ്റെ ഒരു പോരാട്ട പാത നമ്മളൊന്ന് പിന്തുടർന്ന് നോക്കിയേ. ആദ്യമേ വിഷയങ്ങളെല്ലാം കൊണ്ടുവന്നു, ആ വിഷയങ്ങളെല്ലാം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പാർട്ടി അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നിലപാടെടുത്തില്ല, അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. അദ്ദേഹം ഒരു 8 മാസക്കാലം പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്നു. വീണ്ടും അദ്ദേഹം പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നു. അപ്പോഴും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രൊമോഷനാണ് കിട്ടിയത്. പക്ഷേ അദ്ദേഹം തൻ്റെ പോർമുഖം ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അദ്ദേഹം വീണ്ടും പാർട്ടിയോട് ഈ വിഷയം പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് പൂർണ്ണമായും തെറ്റാണെന്ന്. ഇത് വലിയ പെരുംകൊള്ളയാണ് TI മധുസൂദൻ്റെ പേരിൽ നടത്തിയിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കൂടുതൽ ഉലച്ചത് ഇതൊരു രക്തസാക്ഷി ഫണ്ട് തട്ടിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് കൂടുതൽ ഉലച്ചു. അദ്ദേഹം വീണ്ടും പാർട്ടിയുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചു. പാർട്ടി അപ്പോഴും അദ്ദേഹത്തെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു? ഇത് ജനങ്ങളോട് പറയാൻ തീരുമാനിച്ചു. ജനങ്ങളുടെ ഇടയിൽ ഇതൊരു ചർച്ചയാക്കാൻ തീരുമാനിച്ചു. പാർട്ടി അണികളുടെ ഇടയിൽ ഇതൊരു ചർച്ചയാക്കാൻ തീരുമാനിച്ചു. അതിന് അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി എന്താണെന്നറിയാമോ? അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള ഒരു TV ചാനലിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനോട് തന്നെ ഇതെല്ലാം വെളിപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ഒന്ന് ആലോചിച്ചു, എത്ര ശക്തമായൊരു വഴിയാണ്. അതിന് അദ്ദേഹം ഏഷ്യാനെറ്റ് തിരഞ്ഞെടുത്തു. ഏഷ്യാനെറ്റിൽ തന്നെ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്ന വിനു വി ജോണിനോട് അദ്ദേഹം ഈ കാര്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തി. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ പൊട്ടിത്തെറിയല്ലേ സുഹൃത്തുക്കളെ ഉണ്ടാക്കിയത്. അതിനുശേഷം അദ്ദേഹം പോർമുഖത്തിലേക്ക് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തന്നെ വാദഗതികൾ ശക്തമായി ഉയർത്തി. അതിനെതിരെ CPM രംഗത്ത് വന്നു. ആ രംഗത്ത് വന്ന ഓരോ തവണ CPM രംഗത്ത് വരുമ്പോഴും അതിന് ഉരുളയ്ക്കുപ്പേരി പോലെ അപ്പോൾ തന്നെ കൃത്യമായ മറുവാദങ്ങളുമായി കുഞ്ഞികൃഷ്ണൻ പോർമുഖത്ത് നിലകൊണ്ടു. ഏത് TV ചാനലുകൾ വിളിച്ചാലും അവരോടെല്ലാം ചെന്ന് തനിക്ക് പറയാനുള്ളത് പറഞ്ഞു. തന്നെ വിമർശിച്ചവർക്കെതിരെ ഈ പറഞ്ഞ പോലെ വളരെ സൗമ്യമായിട്ടുള്ള ഭാഷയിൽ നിർവികാരമായി ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അദ്ദേഹം അഴിച്ചു. എല്ലാ ചാനലുകളിലും അദ്ദേഹം പോയി. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ പച്ച വിളിച്ചെന്നും പറഞ്ഞിട്ടൊരു പ്രാദേശിക YouTube, അതിൽ പോലും അദ്ദേഹം 2 ലക്ഷം ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ട വീർ എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ആ സമയത്ത് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. 14 അധ്യായങ്ങളുള്ള 93 പേജുള്ള ഒരു പുസ്തകം അദ്ദേഹം എഴുതി കഴിഞ്ഞിരിക്കും. അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട്. ആ പുസ്തകം അവസാനിപ്പിക്കുന്നത് ഇത് പുസ്തകം താൻ VS അച്യുതാനന്ദന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ പ്രകാശനമാണ് ഇപ്പം 4-ാം തീയതി നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വളരെ സൗമ്യൻ, വളരെ നിർവികാരൻ, വലിയ സംഘടനാ പാഠവുമൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ. പക്ഷേ അയാൾ ചെറിയ മനുഷ്യനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ഒരു ചെറിയ മീനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പാർട്ടി നിലനിൽക്കുന്ന കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ അടിമുടി ഉലച്ചിരിക്കുന്നു ഈ സാധാരണ മനുഷ്യൻ.
പയ്യന്നൂരിലുള്ള ലോക്കൽ കമ്മിറ്റികളിലൊന്നും ഇപ്പോൾ പാർട്ടി നേതാക്കന്മാർക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ TP ചന്ദ്രശേഖരന് ശേഷം കേരളം ഭാവിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിമത മാതൃക, ഒരു വിമതത്വത്തിൻ്റെ ഒരു സിമ്പൽ ആയിട്ട് വി കുഞ്ഞികൃഷ്ണൻ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ആഗ്രഹിക്കുന്നത്, കേരളത്തിലാകെ CPM-നെതിരെ ഉയർന്നു വരുന്ന വിമത പ്രവർത്തനത്തിൻ്റെ നെടുനായകത്വം വഹിക്കാൻ വി കുഞ്ഞികൃഷ്ണൻ കഴിയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ.